നമസ്കാരം സുഹൃത്തുക്കളെ, പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും വല്ലാത്തൊരു പേടിയും ടെൻഷനും ഉണ്ടാകാറുണ്ടല്ലേ. എത്ര പഠിച്ചാലും പരീക്ഷാക്കാളിൽ കയറുമ്പോൾ എല്ലാം മറന്നു പോകുമോ എന്ന ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പരീക്ഷാ പേടി പൂർണ്ണമായും മാറ്റി ആത്മവിശ്വാസത്തോടെ എക്സാം എഴുതാൻ സഹായിക്കുന്ന 5 ലളിതമായ ടിപ്സുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി കൃത്യമായ പ്ലാനിംഗ്. പഠിക്കാനുള്ള കാര്യങ്ങൾ അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഓരോ ദിവസവും ചെറിയ ഭാഗങ്ങളായി പഠിച്ചു തീർക്കുക. സിലബസ് തീർന്നു എന്ന് ഉറപ്പാക്കുന്നത് തന്നെ പകുതി പേടി മാറ്റും. രണ്ടാമതായി റിവിഷൻ ശീലമാക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടെ ഓർത്തെടുക്കുക. മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ റിവൈസ് ചെയ്ത് നോക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അടുത്തതായി ആരോഗ്യപരമായ ശീലങ്ങളാണ്. ഹെൽത്ത് ഈസ് വെൽത്ത്. പരീക്ഷാ സമയത്ത് ഉറക്കമിളച്ച് പഠിക്കുന്നത് ഒഴിവാക്കുക. മിനിമം 6-7 മണിക്കൂർ ഉറക്കം നിർബന്ധമാണ്. ധാരാളം വെള്ളം കുടിക്കുക. പോഷകാഹാരം കഴിക്കുക. ഇത് തലച്ചോറിനെ ഉന്മേഷത്തോടെ നിലനിർത്തും. അടുത്തതായി പോസിറ്റീവ് അഫർമേഷൻ, അതായത് പോസിറ്റീവ് തിങ്കിങ്. എനിക്ക് പേടിയാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കും എന്ന് സ്വയം പറയുക. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കാൻ ചെറിയ ശ്വസന വ്യായാമങ്ങൾ, അതായത് ഡീപ്പ് ബ്രീത്തിങ്, പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുമ്പായിട്ട് ചെയ്തു നോക്കുക. അടുത്തത് പരീക്ഷാ ഹാളിലെ കാര്യങ്ങളാണ്, അതായത് എക്സാം ഹാൾ സ്ട്രാറ്റജി. ചോദ്യപേപ്പർ കിട്ടിയാൽ ഉടൻ എഴുതി തുടങ്ങാതെ സമാധാനപരമായി 2 തവണ വായിച്ചു നോക്കുക. നന്നായി അറിയാവുന്ന ഉത്തരങ്ങൾ ആദ്യം എഴുതുക. ഇത് പേടി മാറ്റാൻ സഹായിക്കും. അപ്പോൾ ഈ ടിപ്സുകൾ പരീക്ഷാ സമയത്ത് ഫോളോ ചെയ്ത് നോക്കൂ. ഓർക്കുക, പരീക്ഷ എന്നത് നിങ്ങളുടെ അറിവ് പരിശോധിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. പേടി കൂടാതെ ആത്മവിശ്വാസത്തോടെ നേരിട്ടാൽ വിജയം നിങ്ങളുടേതായിരിക്കും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.